നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. സാമ്പത്തിക പ്രതിസന്ധി ചൂണ്ടിക്കാട്ടി സുപ്രീം കോടതിയിൽ പോയ സംസ്ഥാന സർക്കാർ വടി കൊടുത്ത് അടിവാങ്ങിയ അവസ്ഥയിലാണ്. ഇങ്ങനെയൊക്കെ പറഞ്ഞ് സർക്കാരിനെതിരെ ആഞ്ഞടിക്കുകയാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. കിഫ്ബി, സർക്കാരിന്റെ കടമെടുക്കൽ, അഴിമതി, നികുതി വെട്ടിപ്പുകാരുടെ പറുദീസയായ കേരളത്തെക്കുറിച്ച്, മുഖ്യമന്ത്രിയുടെ മകളുടെ മാസപ്പടി കേസ്, CPMന്റെ കരുവന്നൂർ ബാങ്കിലെ 5 വ്യാജ അക്കൗണ്ടുകൾ, അങ്ങനെ പല വിഷയങ്ങളുമായി ബന്ധപ്പെട്ടാണ് സർക്കാരിനെതിരെ VD സതീശൻ പ്രതിഷേധിക്കുന്നത്. ഇപ്പോഴത്തെ സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണം സർക്കാരിന്റെ നടപടികൾ തന്നെയാണ്. 2016 മുതൽ 2021 വരെ അധികാരത്തിലുണ്ടായിരുന്ന LDF സർക്കാരിന്റെ കാലത്തുണ്ടായ മിസ്മാനേജ്മെന്റ് ആണ് സംസ്ഥാനത്തിന്റെ സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണമെന്നാണ് സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത്. തോമസ് ഐസക് കിഫ്ബി നിയമം കൊണ്ടുവന്നപ്പോൾ ബജറ്റിന്റെ പുറത്ത് കടം വാങ്ങാൻ പാടില്ലെന്നും ഭരണഘടനാ വിരുദ്ധമാണെന്നും പ്രതിപക്ഷം നൽകിയ മുന്നറിയിപ്പ് ഇന്ന് സുപ്രീം കോടതി ശരിവച്ചിരിക്കുകയാണ്. കേന്ദ്ര സർക്കാരിൽ നിന്ന് 56,700 കോടി രൂപ കിട്ടാനുണ്ടെന്നും അതിനുവേണ്ടിയാണ് സുപ്രീം കോടതിയെ സമീപിച്ചതെന്നുമാണ് മുഖ്യമന്ത്രിയും മന്ത്രിമാരും നവകേരള സദസ്സിൽ ഉൾപ്പെടെ പ്രചരിപ്പിച്ചത്. എന്നാൽ 56,700 കോടി കിട്ടാനുണ്ടെന്നത് സംബന്ധിച്ച ഒരു വാദവും സർക്കാർ സുപ്രീം കോടതിയിൽ ഉന്നയിച്ചതുമില്ല. കടമെടുക്കാനുള്ള പരിധി മാറ്റണമെന്നും കടമെടുപ്പിനുള്ള അവകാശം സംസ്ഥാനങ്ങൾക്ക് നൽകണമെന്നുമാണ് സർക്കാർ സുപ്രീം കോടതിയിൽ ആവശ്യപ്പെട്ടത്. 4 ലക്ഷം കോടി രൂപയുടെ പൊതുകടത്തിലേക്ക് കൂപ്പുകുത്തിയ കേരളം വീണ്ടും കടമെടുത്താലുള്ള അവസ്ഥ എന്തായിരിക്കും? കേരളത്തിന്റെ ഷേപ്പ് തന്നെ മാറ്റിയ മുൻ ധനകാര്യമന്ത്രി തോമസ് ഐസക് ഇപ്പോൾ പത്തനംതിട്ടയുടെ മുഖഛായ മാറ്റുമെന്നും 50,000 പേർക്ക് തൊഴിൽ നൽകുമെന്നുമാണ് പറയുന്നത്. ഈ മനുഷ്യൻ കേരളത്തെ പട്ടിണിയിലാക്കി. അപകടകരമായ രീതിയിൽ സംസ്ഥാനത്തെ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് തള്ളിവിട്ടതിന്റെ മുഖ്യ ഉത്തരവാദി ധനകാര്യമന്ത്രിയായിരുന്ന തോമസ് ഐസക് ആണ്. നികുതി പിരിവിലും ദുർച്ചെലവ് നിയന്ത്രിക്കുന്നതിലും അഴിമതി തടയുന്നതിലും ഈ സർക്കാർ പരാജയപ്പെട്ടു. നികുതി പിരിവിലെ പരാജയവും ദുർച്ചെലവുമാണ് ശമ്പളമോ പെൻഷനോ കൊടുക്കാനാകാത്ത അത്രയും ദുഷ്കരമായ പ്രതിസന്ധിയിലേക്ക് നയിച്ചതും. അപകടകരമായ സ്ഥിതിയാണ് കേരളത്തിൽ ഇന്ന് നിലനിൽക്കുന്നത്. നിലവിൽ കടമെടുപ്പിന്റെ പരിധിയും കഴിഞ്ഞ് കേരളം കടമെടുത്തെന്നാണ് സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത്. കിഫ്ബി ബോണ്ട് 9.72% പലിശയ്ക്ക് എടുത്തിട്ട് 6% പലിശയ്ക്കാണ് മറ്റൊരു ബാങ്കിൽ നിക്ഷേപിച്ചത്. കോടികളാണ് സംസ്ഥാനത്തിന് നഷ്ടമായത്. ഇന്ത്യയിൽ തന്നെ കുറഞ്ഞ പലിശയ്ക്ക് പണം കെട്ടുമെന്നിരിക്കെയാണ് വിദേശത്ത് പോയി മസാല ബോണ്ട് വിറ്റത്. ബജറ്റിന് പുറത്തുനിന്ന് കടമെടുക്കാൻ ഉണ്ടാക്കിയ കിഫ്ബി ഇപ്പോൾ സംസ്ഥാനത്തിന് ബാധ്യതയായി മാറിയിട്ടുണ്ട്. സ്വർണത്തിൽ നിന്നും നികുതി പിരിക്കുന്നതിലും സർക്കാർ പരാജയപ്പെട്ടു. ബാറുകളുടെ എണ്ണം കൂടിയിട്ടും സർക്കാരിന്റെ വരുമാനം മാത്രം കൂടിയില്ല. ചെക്ക് പോസ്റ്റോ പരിശോധനകളോ ഇല്ലാതെ നികുതി വെട്ടിപ്പുകാരുടെ പറുദൂസിയായി കേരളത്തെ മാറ്റി. കേന്ദ്രത്തിൽ നിന്നും 56,700 കോടി കിട്ടാനുണ്ടെന്ന കള്ളക്കണക്ക് കഴിവുകേട് മറച്ചുവെക്കാനുള്ള കള്ളപ്രചരണമായിരുന്നു. അതാണ് ഇപ്പോൾ പൊളിഞ്ഞു വീണത്. ഇപ്പോൾ തന്നെ കേരളത്തെ മുടിഞ്ഞ തറവാടാക്കി മാറ്റി. വീണ്ടും കടമെടുത്താൽ ഭരണഘടനാ ബെഞ്ച് അനുവാദം നൽകിയാൽ ഇവർ അഴിമതിയും ധൂർത്തും നടത്തും. നികുതി വെട്ടിപ്പുകാരാണ് കേരളം ഭരിക്കുന്നത്. കേരളത്തിനും നവകേരളത്തിനും കള്ളപ്പിരിവ് നടത്താൻ നികുതി വെട്ടിപ്പ് തടയാൻ ഉത്തരവാദിത്തമുള്ള ഉദ്യോഗസ്ഥനെയാണ് നിയോഗിച്ചത്. മകൾക്ക് മാസപ്പടി നൽകിയ 12 സ്ഥാപനങ്ങൾക്ക് എന്ത് ആനുകൂല്യമാണ് നൽകിയതെന്ന ചോദ്യത്തിനും മുഖ്യമന്ത്രി ഇതുവരെ മറുപടി നൽകിയിട്ടില്ല. CPMന് കരുവന്നൂർ ബാങ്കിൽ 5 അക്കൗണ്ട് ഉണ്ട്. അതിലെത്തിയതെല്ലാം കള്ളപ്പണമാണ്. തൃശൂരിലെ സഹകരണ ബാങ്കുകളിൽ 25 അക്കൗണ്ടുകളുണ്ട്. അങ്ങനെയെങ്കിൽ കേരളത്തിലാകെ ഇത്തരത്തിൽ എത്ര വ്യാജ അക്കൗണ്ടുകൾ CPMന് ഉണ്ടാവും? അക്കൗണ്ട് ഇല്ലെന്ന് CPM തന്നെ പറയട്ടെ. VD സതീശൻ തന്റെ അഭിപ്രായം വ്യക്തമാക്കുന്നു.